ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഭാരതത്തോടൊപ്പം എന്നറിയിച്ചിരിക്കുകയാണ് അമേരിക്ക. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയാണ് ഈ വിവരം അറിയിച്ചിരിക്കുന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി US സെക്രട്ടറി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഏപ്രിൽ 22-ന് നടന്ന പഹൽഗാം ആക്രമണം അപലപിക്കേണ്ടത് അനിവാര്യമെന്ന പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടതായും സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഔദ്യോഗിക കുറിപ്പിൽ പറയുന്നു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, ആദ്യഘട്ടത്തിൽ തന്നെ അമേരിക്ക ഇന്ത്യക്കൊപ്പം തന്നെയാണ് എന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ആ നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ്. ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ഭാരതത്തിനൊപ്പം തന്നെയെന്ന് US അറിയിക്കുമ്പോൾ ഷഹബാസ് ഷെരീഫിനോടടക്കം അന്വേഷണവുമായി സഹകരിക്കണമെന്നാണ് മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടിരിക്കുന്നത്, അല്ലേ? ഭാരതത്തിന്റെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായാണ് മാർക്കോ റൂബിയോ ടെലിഫോണിൽ സംസാരിച്ചത്. ടെലിഫോണിൽ സംസാരിച്ചതിന്റെ അടിസ്ഥാനം തന്നെ, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം എന്നുള്ളത് തന്നെ ഭീകരതയ്ക്കെതിരായ നിലപാടിൽ ഭാരതത്തോടൊപ്പം എന്ന അമേരിക്കയുടെ ഒരു വാക്കാണ്, അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു നിലപാടാണ്. അതായത് അതിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ, അതുകൊണ്ട് തന്നെ പാകിസ്ഥാനോടൊപ്പമല്ല അമേരിക്ക എന്ന് വളരെ കൃത്യമായി പറയുന്നു. അതുതന്നെ ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കാലം അത്രയും, അതായത് അദ്ദേഹം അധികാരത്തിലെത്തിയ അന്നു മുതൽ 10-11 വർഷത്തോളമായി അധികാരത്തിൽ തുടരുന്ന ആ കാലം മുഴുവൻ അദ്ദേഹം ലോക ഫോറങ്ങളിൽ മുഴുവൻ ആവശ്യപ്പെട്ടത് ഭീകരതയ്ക്ക് വിരുദ്ധ സഖ്യം ഉറപ്പാക്കണമെന്നാണ്. അതിനെ പൂർണ്ണമായും അംഗീകരിക്കുന്ന ഒരു നിലപാടും പാകിസ്ഥാനെ തള്ളുന്ന ഒരു നിലപാടുമാണ് മാർക്കോ റൂബിയോയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഭീകരതയുടെ ഒരു തരത്തിലുള്ള അവതരണങ്ങളെയും അംഗീകരിക്കാൻ സാധിക്കില്ല. അത് മനുഷ്യത്വഹീനവും അതുപോലെ തന്നെ ലോകത്തിന്റെ തന്നെ സുരക്ഷയെ പ്രതികൂലമായി ബാധിക്കുന്നതുമാണ് എന്ന് നേരത്തെ തന്നെ അമേരിക്ക വ്യക്തമാക്കിയിരുന്നു. അത് ഉറക്കെ പറയുകയും ഭാരതത്തോടൊപ്പം ഈ വിഷയത്തിൽ നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പാകിസ്ഥാന്റെ നിലപാടുകളെ എല്ലാം തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് അതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, പാകിസ്ഥാനോട് വളരെ കൃത്യമായ ചില നിർദ്ദേശങ്ങളും മാർക്കോ റൂബിയോ നൽകുന്നുണ്ട്. എന്താണ് ഇതുവരെ പാകിസ്ഥാൻ ഈ വിഷയത്തിൽ എടുത്തിരുന്ന നിലപാട്? അതിന് നേരെ എതിരായ ഒരു നിലപാടാണ് മാർക്കോ റൂബിയോയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതുവരെ പാകിസ്ഥാൻ പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നില്ല. എന്നാൽ അപലപിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് വളരെ കൃത്യമായി മാർക്കോ റൂബിയോ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സുപ്രധാന ഘടകം എടുത്തു പറയേണ്ടത് ഒരു സ്വതന്ത്ര അന്വേഷണം വേണം, അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ഏജൻസിയെ വെച്ച് അന്വേഷിക്കണം ഈ പഹൽഗാം ഭീകരാക്രമണം സംബന്ധിച്ച് എന്ന ഒരു വിചിത്രവാദമാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതിനെ നിലപാടിനെയും കൃത്യമായി എതിർക്കുന്നു എന്ന് നേരിട്ട് എതിർക്കുന്നു എന്ന് പറയുന്നില്ല എങ്കിൽ കൂടി ഭാരതം നടത്തുന്ന അന്വേഷണത്തിൽ സഹകരിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായും പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്ന സ്വതന്ത്ര സംവിധാനം കൊണ്ടുള്ള അന്വേഷണം എന്നെല്ലാം തന്നെ കൃത്യമായും അമേരിക്ക തള്ളിക്കളയുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർത്തും ഭാരതത്തിന് അനുകൂലമായ കൃത്യമായ ഒരു നിലപാട് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നു. അതിന്റെ കാരണം തന്നെ വ്യക്തമാണ്. ഏപ്രിൽ 22-ന് ഈ സംഭവം നടന്ന ഇന്ന് മെയ് 1 ആകുമ്പോൾ ഇത്രയും ദിവസത്തിനുള്ളിൽ അമേരിക്കയ്ക്ക് ലഭ്യമായ മറുപടികളുടെയും അല്ലെങ്കിൽ നിരീക്ഷണങ്ങളുടെയും ഭാഗമായി അമേരിക്ക കൃത്യമായ ഒരു നിലപാടിലെത്തിയിരിക്കുന്നു. ഭാരതം ഭീകരതയ്ക്കെതിരായ കൃത്യമായ നീക്കങ്ങൾ നടത്തുമ്പോൾ ഭാരതത്തോടൊപ്പം നിൽക്കുകയും പഹൽഗാം ആക്രമണം ഉൾപ്പെടെയുള്ള നിരവധിയായ അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്. പരസ്പരം ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണമെന്നൊരു നിലപാട് കൂടി അറിയിക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഒരു പക്ഷേ ഭാരതത്തിന്റെ അന്വേഷണവുമായി സഹകരിക്കാനുള്ള ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ ഒരു കൃത്യമായ നിർദ്ദേശം തന്നെ പാകിസ്ഥാനെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ തീർത്തും പാകിസ്ഥാൻ പാകിസ്ഥാന്റെ നിലവിലെ നിലപാടിൽ ഒറ്റപ്പെടുകയും ചൈനയുടെ മാത്രമായ ഒരു പിന്തുണയും മാത്രമായി അവസാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യത്യസ്തമായ ആഗോള ക്രമത്തിന്റെ ആഗോള കാലാവസ്ഥയുടെ ഒരു തലത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ത് തന്നെയായാലും ഭാരതത്തിന്റെ നിലപാടുകൾ പൂർണ്ണമായും അമേരിക്കയ്ക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഭാരതത്തിൽ നടന്ന ആക്രമണം തെറ്റാണ്, അത് അപലപിക്കേണ്ടതാണ് എന്ന് കൃത്യമായി അമേരിക്ക പറയുന്നു. മാത്രമല്ല, അമേരിക്ക ഈ ഭാരതം നടത്തുന്ന വിഷയത്തിൽ, അതായത് പഹൽഗാം ആക്രമണ വിഷയത്തിൽ ഭാരതം നടത്തുന്ന അന്വേഷണങ്ങളോട് സഹകരിക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പ്രതികരണം ഇതുവരെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പാകിസ്ഥാൻ ഇതുമായി സഹകരിക്കുമോ എന്ന് വ്യക്തവുമല്ല. എന്നാലും അത്തരത്തിലൊരു നിലപാട്, എന്താണോ പാകിസ്ഥാൻ പറഞ്ഞ 2 നിലപാടുകൾ, ആ 2 നിലപാടുകളെയും പൂർണ്ണമായി തള്ളുന്ന ഒരു നീക്കമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സ്വതന്ത്ര അന്വേഷണം വേണമെന്നതും അതുപോലെ തന്നെ അപലപിക്കാത്ത നിലപാടിനെയും ശക്തമായി എതിർക്കുകയാണ്. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഭാരതത്തോടൊപ്പം എന്ന് പറയുമ്പോൾ പ്രത്യക്ഷമായി ഭാരതത്തോടൊപ്പം എന്ന് പറയുകയും അതിനെ നിന്ന് കൃത്യമായി വായിച്ചെടുക്കാൻ സാധിക്കുന്നത് പാകിസ്ഥാനോടൊപ്പമല്ല ഈ വിഷയത്തിൽ അമേരിക്ക എന്ന കൃത്യമായ സൂചനയും തന്നെയാണ്. ദേവിക. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള എല്ലാ നീക്കങ്ങളിലും അമേരിക്കയുടെ എല്ലാ സഹകരണവും ഉണ്ടാകും എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട്
US-ന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുകയാണ്, അല്ലെങ്കിൽ വലിയൊരു പിന്തുണ അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ അടക്കം വളരെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഭാരതത്തെ ഭയക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ നിർണായകമായ വഴികളിലൂടെ തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ് ഭാരതം എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ അമേരിക്കയുടെ പിന്തുണ ലഭിക്കുക എന്ന് പറയുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തിരിച്ചടിയും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അഭിമാന നേട്ടവുമായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ദേവിക, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ എടുത്ത നിലപാട് കൃത്യമായ നീതിപൂർവമായൊരു നിലപാടാണ്. 26 പേരുടെ ജീവനെടുത്ത വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കും. അതും ജീവനെടുത്ത രീതിയും ഏറെ ഗൗരവതരമാണ്. അതായത് അതിർത്തി കടന്ന് ഭാരതത്തിലെത്തി ഭാരതത്തിന്റെ പരമാധികാര ഭൂമികയിലെത്തിയതിനു ശേഷം നടത്തുന്ന ഈ ആക്രമണം എന്ന് പറയുന്നത് ലോകം കാലങ്ങളായി എതിർക്കുന്ന, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒരു 10-30 വർഷമായി അതിശക്തമായി ലോകരാഷ്ട്രങ്ങൾ എതിർക്കുന്ന അതിർത്തി കടന്നുള്ള തീവ്രവാദം, അതുപോലെ അതിർത്തി കടന്നുള്ള മയക്കുമരുന്ന് ഇടപാട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന ലോകക്രമം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ നിലപാട് ഒട്ടും സ്വീകാര്യമല്ല എന്ന് ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് കൃത്യമായി തന്നെ പാകിസ്ഥാൻ തുടർച്ചയായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിഷയം കൂടിയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയത്തെ പരിശോധിക്കേണ്ടത്. തീർച്ചയായും ഈ കാര്യത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം തീർത്തും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ചൈന പിന്തുണയ്ക്കുന്നുണ്ട് എങ്കിൽ കൂടി അത് ചൈനയുടെ ചില താല്പര്യങ്ങൾ ആ കാര്യത്തിലുണ്ട്. ആ താല്പര്യങ്ങളുടെ മാത്രം പിന്നിൽ നിന്നാണ് ചൈനയുടെ ഒരു പിന്തുണ. അല്ലാതെ പാകിസ്ഥാന്റെ എല്ലാ തെറ്റായ നടപടികൾക്കും പൂർണ്ണമായ പിന്തുണ എന്ന നിലപാട് അല്ല ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എങ്കിൽ കൂടി ചൈന പാകിസ്ഥാൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എങ്കിലും ചൈനയുടെ അനുകൂലമായ നിലപാട് മാത്രമായി നിലകൊള്ളുകയും അതുപോലെ പാകിസ്ഥാൻ ഭീകരതയെ അനുകൂലിക്കുന്ന ഒരു രാജ്യമായി മാറുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അതീവ ഗൗരവതരമായ ഈ വിഷയത്തെ പരിഗണിക്കപ്പെടുന്നത് ലോകരാഷ്ട്രങ്ങളുടെ വേദിയിലെല്ലാം തന്നെ. തീർച്ചയായും ഭാരതം തിരിച്ചടിക്കാൻ ഒരുങ്ങുന്നു എന്ന നേരത്തെ നമുക്ക് വാർത്തകളെല്ലാം തന്നെ വളരെ കൃത്യമായി ലഭ്യമായിരുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നുമായാണ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനങ്ങൾ ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. തിരിച്ചടിക്കുന്നതും സൈനിക നടപടികളും എല്ലാം തന്നെ പൂർണ്ണമായും സൈന്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊണ്ടുള്ള ഒരു നിലപാട് വളരെ കൃത്യമായി അറിയിച്ചതിന് പിന്നാലെ പാകിസ്ഥാന് യുണൈറ്റഡ് നേഷൻസിനെ സമീപിക്കുകയും ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. തീർച്ചയായും ഭാരതം ഇക്കാര്യത്തിൽ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്നു എന്ന ആ ഒരു പശ്ചാത്തലത്തിലാണ് മാർക്കോ റൂബിയോയും അതുപോലെ തന്നെ എസ് ജയശങ്കറുമായുള്ള ടെലിഫോൺ സംഭാഷണം ഉണ്ടായത്. തീർച്ചയായും ടെലിഫോൺ സംഭാഷണത്തിൽ എസ് ജയശങ്കർ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്ന സൂചന, അതല്ലെങ്കിൽ ഈ ഭീകരതയെ അമർച്ച ചെയ്യുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന സൂചന വളരെ കൃത്യമായി നൽകിയിരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ മാർക്കോ റൂബിയോയുടെ മറുപടി കൂടുതൽ കൃത്യതയോടെ വായിച്ചെടുക്കേണ്ടത് എന്നാണ് നിരീക്ഷകരെല്ലാം തന്നെ കരുതുന്നത്. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഭാരതത്തോടൊപ്പം എന്ന് പറയുമ്പോൾ ഭീകരതയ്ക്കെതിരായി ഭാരതം നടത്താനിരിക്കുന്ന കൃത്യമായ നീക്കങ്ങൾ, അതൊരു പക്ഷേ ശക്തമായ എയർഫോഴ്സിന്റെ ശക്തമായ തിരിച്ചടി പല രീതിയിലായിരിക്കാം. ഏത് രീതിയിൽ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും സൈന്യം യോഗ്യമായ സമയത്ത് കൃത്യമായ തീരുമാനമെടുത്ത് ആക്രമണം നടത്തുക എന്നാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആ നിർദ്ദേശത്തിനനുസരിച്ച് കൃത്യമായ നടപടികൾ ഉണ്ടാകുമെന്ന ഒരു സാഹചര്യം കൃത്യമായി മുൻകൂട്ടി അറിയാൻ ലോകത്ത് സാധാരണഗതിയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇത്തരത്തിൽ ഏത് രീതിയിലായിരിക്കും പ്രതികരണം ഉണ്ടാവുക എന്നത് സംബന്ധിച്ച് ഒരു പ്രാഥമിക സൂചന എസ് ജയശങ്കർ മാർക്കോ റൂബിയോയ്ക്ക് നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഭാരതത്തിന്റെ നിലപാടുകളോട് പൂർണ്ണ പിന്തുണ എന്നറിയിക്കുമ്പോൾ ഭാരതം ഭീകരതയ്ക്കെതിരായ നീക്കങ്ങൾ നടത്തുമ്പോൾ ഒരു പരിധിവരെ ഭാരതത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കാനുള്ള ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. അത് തന്നെയാണ് പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യവും. ശരി.